ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെ വാക്യങ്ങൾ. സുപ്രധാനമായ കൽപ്പന. സ്നേഹനിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു നിയമജ്ഞൻ യേശുവിൻ്റെ പക്കൽ വന്ന് ഇപ്രകാരം ചോദിക്കുന്നുണ്ട്: ഏറ്റവും പ്രധാനമായ കൽപ്പന ഏതാണ്? അതിനുത്തരമായി യേശുനാഥൻ ഇപ്രകാരം പറയുന്നുണ്ട്: നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുകയെന്ന്. രണ്ടാമത് ഒരു കൽപ്പന കൂടി യേശുനാഥൻ അവർക്ക് നൽകുന്നുണ്ട്: നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിൽ ദൈവം നൽകിയ എല്ലാ കൽപ്പനകളും യേശുനാഥൻ സംഗ്രഹിക്കുന്നുണ്ട്. ഇത് കേട്ടു നിൽക്കുന്ന നിയമജ്ഞൻ യേശു പറഞ്ഞത് ശരിയായ ഉത്തരമാണെന്ന് യേശുവിനോട് തിരികെ പറയുന്നുണ്ട്. ഈ ഒരു സുവിശേഷ ഭാഗത്തിൽ യേശുവിനോട് ഈ ഒരു സംശയം ചോദിക്കുന്ന വ്യക്തി സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അയാൾ ഒരു നിയമജ്ഞനായിരുന്നത് കൊണ്ട് തന്നെ നിയമത്തിൻ്റെ എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും അയാൾക്ക് കൃത്യമായി വശമുണ്ട്. എങ്കിലും യേശുവിൽ നിന്ന് കിട്ടുന്ന ഉത്തരം എന്താണ് എന്ന് തിരിച്ചറിയുക, അതാണ് അയാളുടെ ഉദ്ദേശം. ഈ സുവിശേഷത്തിന് മുൻപുള്ള ഭാഗത്ത് യേശുനാഥൻ സദുക്കായരെ വാക്കുമുട്ടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പുനരുദ്ധാനത്തെ പറ്റിയുള്ള സദുക്കായരുടെ ചോദ്യം യേശുനാഥൻ തൻ്റേതായ ശൈലിയിൽ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. അവരുടെ സംവാദം കേട്ടുകൊണ്ടാണ് ഈ നിയമജ്ഞൻ കടന്നു വരിക. അതുകൊണ്ട് തന്നെ യേശുവിനെ ഉത്തരം മുട്ടിക്കുക, അല്ലെങ്കിൽ യേശു നൽകുന്ന ഉത്തരം തെറ്റാണെന്ന് തെളിയിക്കുക, ഇതാണ് ഇയാളുടെയും ലക്ഷ്യം. പക്ഷേ യേശു നൽകുന്ന ഉത്തരം ഇയാളെ പൂർണ്ണമായും സംതൃപ്തിപ്പെടുത്തുന്നുണ്ട്. സ്നേഹനിറഞ്ഞവരെ, യേശുനാഥൻ ദൈവകൽപ്പനകളെല്ലാം ഈ 2 കൽപ്പനകളിൽ സംഗ്രഹിക്കുന്നുണ്ട്. പൂർണ്ണമായും ദൈവത്തെ സ്നേഹിക്കുവാനും നമ്മളെപ്പോലെ നമ്മളുടെ അയൽക്കാരെ സ്നേഹിക്കുവാനുമായിട്ട്. യേശു നൽകുന്ന ഈ കൽപ്പനകൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ച ഈ നിയമജ്ഞനോട് യേശുനാഥൻ ഇപ്രകാരം പറയുന്നുണ്ട്: നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്ന്. ഈ കൽപ്പന മനസ്സിലാക്കുവാനായിട്ട് സാധിച്ച ഈ മനുഷ്യൻ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ലെങ്കിൽ ഈ കൽപ്പനകൾ കൃത്യമായി പാലിക്കുന്ന ഓരോരുത്തരും ദൈവരാജ്യത്തിന് അർഹരാകുന്നു എന്നാണ് യേശുനാഥൻ ഈ ഒരു സുവിശേഷ ഭാഗത്തിലൂടെ നമ്മോട് പങ്കുവെക്കുക. ദൈവകൽപ്പനകളെല്ലാം സംഗ്രഹിച്ചിരിക്കുന്ന ഈ 2 കൽപ്പനകൾ, പൂർണ്ണമായും ദൈവത്തെ സ്നേഹിക്കുവാനും നമ്മളെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കുവാനുമുള്ള ഈ കൽപ്പനകൾ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാനും കൃത്യമായി അനുസരിക്കുവാനും യേശുനാഥൻ നമ്മോടും ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഈ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ദൈവേഷ്ടം നിറവേറ്റി നമുക്കും ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.